എന്താ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജാഥ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിക്ക് ഉപഹാരം സമ്മാനിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാസർഗോഡിൻ്റെ തനതായ തെയ്യത്തിൻ്റെയൊക്കെ ഒരു രൂപമാണ് സമ്മാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകുന്നത് നമ്മൾ കാണുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാസർഗോഡ് കുമ്പളയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. മുഖ്യമന്ത്രിയെ തലപ്പാവ് നൽകി സ്വീകരിക്കുകയാണ് അവിടുത്തെ ആളുകൾ. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ജാഥ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അവിടെ തലപ്പാവും മാലയും നൽകി സ്വീകരിക്കുന്നു കാസർഗോഡിൻ്റെ ജനകീയ നേതൃത്വം. നമ്മളത് കാണുകയാണ് ഇപ്പോൾ തത്സമയം കാസർഗോഡ് കുമ്പളയിൽ നിന്ന്. അല്പസമയത്തിനകം വികസന മുന്നേറ്റ ജാഥയുടെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് തുടക്കമാകും. അതിൻ്റെ ഉദ്ഘാടന വേദിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ജാഥ ക്യാപ്റ്റൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം തന്നെ ജാഥ മാനേജർ സന്തോഷ് കുമാർ എം പി, ഒപ്പം തന്നെ CH കുഞ്ഞമ്പു MLA കാണാൻ കഴിയുന്നു. MV ജയരാജൻ അടക്കമുള്ളവരുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. ഇതാ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു കാസർഗോഡിൻ്റെ ആളുകൾ, കാസർഗോഡിൻ്റെ ബഹുജനങ്ങൾ. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് വലിയൊരു ജനസഞ്ചയം മുഖ്യമന്ത്രിയെയും ഗോവിന്ദ മാഷയും ഒക്കെ കേൾക്കാനായി, LDF നേതൃത്വത്തെ കേൾക്കാനായി അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ ഈ വികസന മുന്നേറ്റ ജാഥ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ പൊതുസമൂഹത്തിനോട് സംസാരിച്ച് കേരളത്തിൽ എന്തുകൊണ്ട് LDF 3.0 വരണം, ഒരു മൂന്നാമതൊരു തുടർച്ച എന്തുകൊണ്ടുണ്ടാകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിശദീകരിച്ച് കടന്നു പോകുന്ന വികസന മുന്നേറ്റ ജാഥയാണ്. അത് കേരളത്തിൻ്റെ മുഴുവൻ മേഖലകളെയും സ്പർശിച്ച് കടന്നു പോകും ഈ 3 വികസന മുന്നേറ്റ ജാഥകളും. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിലെ ആദ്യ ജാഥയാണ് വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ. ഇപ്പോൾ കാസർഗോഡ് കുമ്പളയിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ആ ഉദ്ഘാടന വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, ഒപ്പം തന്നെ അതോടൊപ്പം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ നേട്ടങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന, പുറം തിരിഞ്ഞു നിൽക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന UDFനെ തുറന്നു കാണിക്കുക എന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായി തന്നെ പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിക്കും. കാരണം അത്രമാത്രം വ്യാജ പ്രചരണങ്ങളാണ് UDF നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തുറന്നു കാണിച്ച് വസ്തുതയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന വികസന മുന്നേറ്റ ജാഥ, ഒപ്പം തന്നെ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനകൾ, അവഹേളനങ്ങൾ അത് തുറന്നു കാണിക്കുക. ഇതാ ഇപ്പോൾ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ ബജറ്റിൽ കേരളത്തിന് എന്താണ് ലഭിച്ചത്? കടലോളം ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ നമുക്ക് ആകെ കിട്ടിയത് കടലാമയുടെ മുട്ട മാത്രമാണ്. അതാണ് നമുക്ക് ആകെ കിട്ടിയത്. അതാണ് കേരളത്തോട് കാണിക്കുന്ന അവഗണന എന്ന് പറയുന്നത്. അവഗണന എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ മനുഷ്യരോടുള്ള അവഹേളനമാണ്, അധിക്ഷേപമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ എത്തിപ്പെടേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, മാധ്യമങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന വസ്തുക്കൾ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർ UDFന്റെ നാവായി, BJPയുടെ നാവായി അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രചരിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ ചോദിക്കുകയോ? ആകെ കൈരളി മാത്രമാണ് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നുള്ളൂ. മറ്റാരും ചോദിക്കുകയില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്ന എല്ലാ നുണകളെയും അതേപടി അംഗീകരിച്ചു പോകുന്ന മലയാള മാധ്യമങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വസ്തുതകൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ വികസന മുന്നേറ്റ ജാഥ LDF 3.0. അടുത്ത LDF സർക്കാരിന് മുന്നോടിയായിട്ടാണ് ഈ ജാഥ കേരളത്തിലൂടെ പര്യടനം നടത്തുന്നത്. അതൊരു വലിയ വികസന മുന്നേറ്റമായിരിക്കും, മഹത്തായ ജനകീയ ജാഥയായിരിക്കുമെന്ന് നേരത്തെ MV ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഇതിപ്പോൾ നമ്മൾ കുമ്പളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുമ്പള കാസർഗോഡിൻ്റെ അതിർത്തി ഗ്രാമമാണ്. നമുക്കറിയാം, കർണാടക അതിർത്തിയാണ്. കുമ്പള കഴിഞ്ഞാൽ പിന്നെ മഞ്ചേശ്വരമായി, മഞ്ചേശ്വരം കഴിഞ്ഞാൽ പിന്നെ കന്നഡ നാടായി. അപ്പോൾ ഈ മഞ്ചേശ്വരത്ത് നിന്നാണ് നമ്മുടെ ദേശീയപാത തുടങ്ങുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഒരു 10 വർഷം മുൻപ് ഇതുപോലെ മനോഹരമായൊരു ദേശീയപാത നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ? ഇല്ല. അതെങ്ങനെ സാധ്യമായി? അതൊന്നും രണ്ടും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇടപെടലുകളിലൂടെയാണ് നമ്മുടെ ആ ദേശീയപാത സാധ്യമായത്. അപ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ കഴിയാതിരുന്ന പല നേട്ടങ്ങളിലേക്കും നമ്മളിങ്ങനെ എത്തിച്ചേർന്നത് ഈ 2 സർക്കാരുകളുടെ ഇച്ഛാശക്തി കൊണ്ടാണ്. അപ്പോൾ ഇനിയും നമുക്ക് നേട്ടങ്ങൾ വേണം, ഇനിയും നമുക്ക് ഒരുപാട് വികസന നേട്ടങ്ങളിലേക്ക് എത്താൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ സർക്കാരിന് തുടർച്ച വേണം. മറുഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന വികസനങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കാം. പ്രതിപക്ഷത്തിന്റെ കാലത്ത്, UDF ഭരിക്കുന്ന കാലത്ത് ഈ ദേശീയപാത ഉണ്ടായിരുന്നോ? ഇല്ല.
പകരം എന്താണ് സംഭവിച്ചത്? ദേശീയപാത അതോറിറ്റി ഓഫീസും പൂട്ടി ഓടുകയായിരുന്നു ഈ നാട്ടിൽ നിന്ന്. ഞാൻ അതിലേക്ക് തിരികെ വരാം. പി വി കുട്ടൻ ഒരിക്കൽ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. കുട്ടൻ, ഉദ്ഘാടന വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ എത്തി. വികസന മുന്നേറ്റ ജാഥയ്ക്ക് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. വലിയ ബഹുജന കൂട്ടായ്മയാണോ നമുക്ക് കാണാൻ കഴിയുന്നത് ജാഥയുടെ ഉദ്ഘാടന വേദിയിൽ? മനു, മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിലാണ് ജാഥയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ആയിരങ്ങളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്ന് തന്നെ കാസർഗോഡ് 2 സ്വീകരണമുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം കാസർഗോഡ് നഗരത്തിലും സ്വീകരണമുണ്ട്. ഇവിടെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ജനങ്ങളാണ് മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയും LDF വികസന മുന്നേറ്റ ജാഥയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ എത്തിയതോടൊപ്പം തന്നെ ജാഥ അംഗങ്ങൾ, ജാഥ ക്യാപ്റ്റൻ, CPI സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദൻ മാസ്റ്റർ, ജാഥ മാനേജർ CPI നേതാവ് P സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള സന്തോഷ് കുമാർ MD ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി അംഗം MB ജയരാജൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ KP സതീശൻ, LDF കൺവീനർ KP സതീശൻ തന്നെ സ്വാഗതം പറയുകയാണ്. നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കുന്ന സമാനതയില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മതനിരപേക്ഷ കേരളത്തിനായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക. അതോടൊപ്പം വികസന കേരളം, ഇനി സർക്കാർ നവകേരളത്തിന്റെ നിരവധി പദ്ധതികൾ LDF സർക്കാർ നടപ്പിലാക്കുന്നതിന്റെ തുടർച്ച വേണമെങ്കിൽ 3ാമതും LDF സർക്കാർ അധികാരത്തിൽ വരണം. അതുകൂടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജാഥ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ സ്വാഗത പ്രസംഗം കഴിഞ്ഞ് ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. മനു, തീർച്ചയായും ഇപ്പോൾ കുട്ടൻ, ഇന്ന് 2 സ്വീകരണങ്ങളാണല്ലേ? ഒന്നിപ്പോൾ ഇവിടെ ഇവിടെ കുമ്പളയിൽ, അതിനുശേഷം നുള്ളിപ്പാടിയിൽ അല്ലേ? അങ്ങനെയാണല്ലേ ഇന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ, ഇന്ന് കുമ്പളയിൽ ഉദ്ഘാടനം, അതിനുശേഷം കാസർഗോഡ് മണ്ഡലത്തിലാണ് അടുത്ത സ്വീകരണം. അതിനുശേഷം നാളെയും കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരും. നാളെ വൈകിട്ടോടുകൂടി ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. കാലിക്കടവിൽ കണ്ണൂർ ജില്ലയിലെ നേതാക്കൾ ജാഥയെ വിപ്ലവ ഭൂമിയിലേക്ക് സ്വീകരിക്കും. കാസർഗോഡിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള ബഹുജന മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ജാഥയെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. 6 ജില്ലകളിലൂടെ, അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട് എന്നിങ്ങനെ 6 ജില്ലകളിലെ എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുടെയും ജാഥ എത്തും. അവിടെ ജനങ്ങളെ കേൾക്കും. അതോടൊപ്പം തന്നെ ജാഥയുടെ ഭാഗമായി ജാഥ ക്യാപ്റ്റന്റെയും ജാഥാംഗങ്ങളുടെയും വാർത്താ സമ്മേളനം എല്ലാ ദിവസവുമുണ്ട്. തന്നെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കേൾക്കുന്നതിന് വേണ്ടി നവകേരളം പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ആൾക്കാരെ കേൾക്കുന്നതിനുള്ള ഒരു ഇന്ററാക്ഷൻ സെഷനും ഈ ജാഥയുടെ വടക്കൻ മേഖല ജാഥ പര്യടനം തുടരുന്ന ഘട്ടത്തിൽ തന്നെ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം തന്നെ ജോസ് കെ മാണി നയിക്കുന്ന കേരള നേതാവ് ജോസ് കെ മാണി നയിക്കുന്ന ജാഥകളും കേരളത്തിന്റെ 2 മേഖലകളായി പര്യടനം നടത്തും. അങ്ങനെ 3 മേഖലകളിലായാണ് LDF ജാഥ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും വലിയ സ്വീകരണം. ഈ ജാഥ നിയമസഭയോടെയായിട്ടുള്ള വൻ ജനമുന്നേറ്റമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജാഥയിൽ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം നവകേരള പ്രവർത്തനത്തിനുള്ള പുതിയ പദ്ധതികൾ, ഇതൊക്കെ ജനങ്ങളോട് വിശദീകരിക്കും.